ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നിരന്തര ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 4-ാമത്തെ അധ്യായം ആരംഭിച്ചിരുന്നു. ശ്ലോകം 16 വരെയാണ് നമ്മൾ പഠിച്ചത്. 17-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 4-ാമത്തെ അധ്യായത്തിലെ ആ ഒരു ഫ്ലോ എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച കഴിഞ്ഞ് ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്ക് ടു ട്രാക്കിലേക്ക് ആവാൻ വേണ്ടി വളരെ വേഗത്തിൽ പറയുന്നു. 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ശൗനക ഋഷി സൂത ഗോസ്വാമിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ശൗനക ഋഷിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ പഠിച്ചു. 3-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ശൗനക ഋഷി ചോദിക്കുന്നു, ഭാഗവതത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ചോദിക്കുന്നു. എപ്പോഴാണ് ഭാഗവതം എഴുതിയത്, എപ്പോഴാണ് വന്നത്, ആരാണ് ഇത് എഴുതിയത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ ആവിർഭാവം എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം 4-ാമത്തെ ശ്ലോകം മുതൽ 8-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ശുകദേവ് ഗോസ്വാമിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ക്വാളിറ്റീസ്, ശുകദേവ് ഗോസ്വാമിയുടെ ഗുണങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഹസ്തിനാപുരത്തിൽ വരുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിനെ കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി അതിനുശേഷം പരീക്ഷിത്ത് മഹാരാജാവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. 9-ാമത്തെ ശ്ലോകം മുതൽ 12-ാമത്തെ ശ്ലോകം വരെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മം, അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ ലീലകൾ, അതേപോലെ തന്നെ ലീല എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തർക്ക് ലീല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലീലകളാണ്. അപ്പോൾ കർമ്മം എന്ന് പറയുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം പോലെയല്ല. അദ്ദേഹം ശുദ്ധഭക്തനാണ്, എന്നാലും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കർമ്മമെന്ന് ഉദ്ദേശിക്കുന്നത്. ജന്മകർമ്മ ച മേ ദിവ്യം എന്നുള്ള ശ്ലോകം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആവിർഭാവം, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ, ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കർമ്മമായിട്ട് ഒരു ബന്ധവുമില്ല ആ കർമ്മം. അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മം, കർമ്മം, അതേപോലെ അദ്ദേഹത്തിൻ്റെ വിരക്തി, എങ്ങനെയാണ് ഈ എല്ലാം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എങ്ങനെ പോയി, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ പുറകിലുള്ള കഥ എന്താണ് നടന്നിട്ടുള്ളത്, ഇതായിരുന്നു ചോദ്യം. അങ്ങനെ 13 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. അല്ലെങ്കിൽ 14-ാമത്തെ ശ്ലോകത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ വ്യാസദേവൻ എങ്ങനെയാണ് വേദങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യാസദേവൻ അവിടെ സരസ്വതി നദി തീരത്ത് ഇരുന്ന് അദ്ദേഹം ധ്യാനിക്കുന്നതും, അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അദ്ദേഹം ധ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു കലിയുഗം വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ പ്രഭാവം തുടങ്ങി, അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണം, കലിയുഗത്തിലെ ആളുകൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം ധ്യാനത്തിലൂടെ എന്ത് ചെയ്യണമെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നതും. ഇനി എന്താണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 17-ാമത്തെ ശ്ലോകവും 18-ാമത്തെ ശ്ലോകവും ഒരുമിച്ചാണ്. അപ്പോൾ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് വ്യാസദേവന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ദിവ്യ ചക്ഷുവിലൂടെ വ്യാസദേവൻ കലിയുഗത്തിലെ അവസ്ഥകൾ അദ്ദേഹം മനസ്സിലാക്കുന്നു. കലിയുഗത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ 1-ാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. 1:10 അല്ലേ? പ്രായേണ അല്പായുഷ സഭ്യ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ശ്ലോകം? പറയൂ. പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജന മന്ദാസോ മന്ദമതയ മന്ദഭാഗ്യ ഹ്യുഭദ്രുത. ഓക്കെ, അർത്ഥം പറയൂ, എന്തൊക്കെയാണ്? കലിയുഗത്തിലെ ജനങ്ങൾക്ക് അല്പായുസുക്കളാണ്, പിന്നെ ഓർമ്മശക്തി കുറവാണ്. ഓക്കെ, കറക്റ്റാണ്, പറയൂ ബാക്കി. അല്പായുഷ, അത് ആ ശ്ലോകം സഭ്യ കലോസ്മിൻ യുഗേ ജന മന്ദ, അതായത്
ടോവിലക്കാര്. ഉം? മടി. മടി മടി. അയ്യോ പ്രഭുജി, മടി മടി. മറന്നു മന്ദ. പോയതാ. നോ പ്രോബ്ലം. മന്ദ. പിന്നെന്താണ്? മന്ദമതി, മന്ദാസു മന്ദമത, മന്ദഭാഗ്യ ഹ്യുബദ്. സുമന്ദമത എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ആർക്കെങ്കിലും ചാൻസ് കൊടുക്കാം ഞാൻ. എന്നാൽ മാതാജി അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും? സുമന്തമതയോ? മന്ദ എന്ന് പറഞ്ഞാൽ മടി. മന്ദര്. സുമന്തമതയോ എന്താണ്? മന്ദബുദ്ധികളാണ്, മന്ദബുദ്ധികൾ. ആകുലചിത്തരാണ്. സുമന്തമതയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഭാഗ്യഹീനര്. അത് 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 അടുത്ത് വേറെ ക്വാളിറ്റിയാണ്. സുമന്തമതയോ എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം സുമന്തമതയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. മന്ദബുദ്ധികളും അല്പായുസുകളും ഭാഗ്യം കെട്ടവരും ആണ്. ഹരേ കൃഷ്ണ. അല്പായുസ് അവിടെ നാല് കുറെ. അതെ, ഞാൻ പറയാം. അല്പായുഷ, ആയുസ് കുറവ്. ഓക്കെ. മന്ദ, അത് അടുത്ത ക്വാളിറ്റി. സുമന്തമതയോ അടുത്തത്, മന്ദഭാഗ്യ അടുത്തത്, ഉപദ്രുത അടുത്തത്. 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അല്പായുഷ് ഓൾറെഡി മനസ്സിലായി, ആയുസ് കുറവ്. 2 മന്ദ, മടി എന്ന് പറഞ്ഞു. 3-മത്തെ സുമന്തമതയോ എന്താണെന്നാ ചോദ്യം. ശ്ലോകത്തിന്റെ അർത്ഥം മുഴുവനായിട്ടും എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷെ ഓരോ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. തെറ്റായി നടക്കുന്നവർ. ഒന്നുകൂടെ പറയൂ. തെറ്റായി നടക്കുന്നവരെന്നാണ്. ഒരു മിനിറ്റ്, ജയന്തി മാതാജി വെയിറ്റ് ചെയ്യൂ. തെറ്റായി നടക്കുന്നവർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും? യമുന മാതാജി പറയൂ. നടക്കുന്നവർ. അസ്വസ്ഥരായി നടക്കുന്നവർ. അസ്വസ്ഥര, ഉപദ്രുതയാണ്, മനസ്സിൽ ടെൻഷൻ വരുന്നതൊക്കെ. സുമന്തമതയോ ചോദ്യം. വിദ്യമാതാജി വെയിറ്റ് ചെയ്യൂ. ശശികുമാർ പ്രഭു പറയൂ, കേക്കട്ടെ. ആകുല ചിന്തകരായിട്ട് നടക്കുന്നവർ, അതായത് ഒരുമാതിരി മന്ദത ബാധിച്ച് ആകുല ചിന്തകരായിട്ട് നടക്കുന്നവരാണ്. മിസ്ലെഡ് പീപ്പിൾ. വഴി തെറ്റി നടക്കുന്നവര്. ശ്രീഹരി പ്രഭു പറഞ്ഞു, പ്രീത മാതാജിയാണോ ഇപ്പൊ പറഞ്ഞത്? വഴി തെറ്റി നടക്കുന്നവരെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ വഴി തെറ്റാവാൻ ചാൻസ് ഉള്ളവര്. അതായത് ഇന്ന് ഒരാൾ പറഞ്ഞു, ഇവിടെ സത്സംഗം നടക്കുന്നുണ്ട്. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്സംഗം എന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ സാധിക്കില്ല. എന്തെങ്കിലും ഒരു സംഘം നടക്കുന്നുണ്ടാവും. അവിടെ ഭയങ്കര സംഭവമാണ്. ഈ അവിടെയുള്ള ഗുരുവോ അല്ലെങ്കിൽ ഒരാൾ ആരാണെങ്കിലും അവർ മാജിക് കാണിക്കുന്നു പറഞ്ഞാൽ എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യുക. അത് കാണിക്കുന്നു, അത്ഭുതങ്ങൾ കാണിക്കുന്നു, അവിടെ വരണം. അപ്പോൾ ആളുകൾ അവിടെ പോകുന്നു. അടുത്ത ദിവസം വേറെ സ്ഥലങ്ങളിൽ വേറെ ആരെങ്കിലും പറയുമ്പോൾ അവിടേക്ക് ഓടുന്നു. എവിടെയും ഒരു സ്ഥിരതയില്ലാതെ പെട്ടെന്ന് വഴി തെറ്റാൻ സാധ്യതയുള്ളവർ. അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാരെ സുമന്തമതയോ പറയുന്നത്. ഈ കലിയുഗത്തിലെ ആളുകൾക്ക്, അതായത് മിസ്ഗൈഡഡ് എന്ന് ഇംഗ്ലീഷിൽ എളുപ്പത്തിൽ പറയാം, പെട്ടെന്ന് മിസ്ഗൈഡഡ് ആക്കാം. അതായത് നമ്മൾ പെട്ടെന്ന് ഇന്നിപ്പോൾ ഇങ്ങനെ, നാളെ എന്ത് സംഭവിക്കും, നാളെ ആരെങ്കിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്താൽ നമ്മൾ ആ വഴിക്ക് പോകും. അതാണ് സുമന്തമതയോ. ഇനി മന്ദഭാഗ്യ എല്ലാവരും പറഞ്ഞു, ഭാഗ്യക്കുറവ്. പിന്നെ ഉപദ്രുത, അതും അതും നേരത്തെ പറഞ്ഞു. അതായത് മനസ്സിലെപ്പോഴും ടെൻഷൻ, സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു സമാധാനക്കുറവ്. അതാണ് ക്വാളിറ്റീസ്. ഓക്കെ, താങ്ക് യു. ഇനി വ്യാസദേവൻ ഇവിടെ 17-ാമത്തെ ശ്ലോകത്തിലും 18-ാമത്തെ ശ്ലോകത്തിലും അതിന് സമമായിട്ടുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് വളരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വ്യാസദേവൻ ഇവിടെ പറയുന്നത് ഓരോ അതായത് കലിയുഗത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച്. ഓക്കെ, നമുക്ക് ശ്ലോകം ആദ്യം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഭൗതികാനാം ച ഭാവാനാം ശക്തി ഹൃസം ച തത്കൃതം ശക്തി ഹ്രാസം ച തത്കൃതം അശ്രദ്ധാൻ നിസത്വാൻ ദുർമേധാൻ ഹ്രഷിതായുഷഃ ദുർഭാഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാനാം യത് ദദൗ ഹിതം അമോഘദൃക്. ഓക്കെ, ശോഭ വിജയൻ മാതാജി. ഓക്കെ, യെസ്, ശ്ലോകം വായിക്കൂ. എന്റെ ശ്ലോകം മാത്രമേ ഉള്ളൂ, മറ്റേതില്ല.
ശ്ലോകം മാത്രം വായിച്ചു. ശ്ലോകം മാത്രം വായിച്ചാൽ മതി. നമോ ഭഗവതേ വാസുദേവായ ഭൗതികാനാം ച ഭാവാനാം ശക്തി പ്രഹാസം ച തത്കൃതം അശ്രദ്ധാൻ യസ്സത്വാൻ ദുർവേദാൻ പ്രസിദായുഷ ദുർഭവാം ച ജനാൻ വിശ്യ നിർദിവ്യേന ചക്ഷുഷ സർവവർണാശ്രമാണാം യദ്ദോഹിതം അമോഘതിക്. ഹരേ കൃഷ്ണ ബോജ്. താങ്ക് യു. പ്രീത മധുജി വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. യുഗത്തിന്റെ സ്വാധീനത്താൽ ഭൗതികമായ സർവ്വതും ക്ഷയിക്കുന്നത് അതീന്ദ്രിയ ദൃഷ്ടിയാൽ ദർശിക്കുവാൻ ജ്ഞാനസമ്പൂർണനായ കൃഷിവര്യന് കഴിഞ്ഞു. സത്വഗുണത്തിന്റെ അഭാവത്താൽ അവിശ്വാസികളായ ജനങ്ങൾ അല്പായുസ്സുകളും അക്ഷമരുമായിരിക്കുമെന്നും അദ്ദേഹം ദർശിച്ചു. ആകയാൽ എല്ലാ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലുമുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനായി അദ്ദേഹം ധ്യാനിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ 17, 18 രണ്ട് ശ്ലോകങ്ങളിലായിട്ട് കലിയുഗത്തിൻ്റെ ക്വാളിറ്റീസാണ് ഒന്നും കൂടെ. ആക്ച്വലി വ്യാസദേവൻ ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ദിവ്യ ചക്ഷു കൊണ്ട് അദ്ദേഹം കാണുന്നത്, ധ്യാനത്തിൽ കാണുന്നത് കലിയുഗത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്. ആദ്യത്തെ പ്രശ്നം കൂടെ പറയുന്നത് ശക്തി ഹ്രാസം, അതായത് ശക്തി, നമ്മുടെ ശക്തി, അതായത് എല്ലാവരുടെയും അതായത് നമ്മുടെ ബലക്കുറവ്. ദ്വാപരയുഗത്തിലെ ഭീമസേനനും അല്ലെങ്കിൽ ദുര്യോധനനും ഒക്കെ അവർ മാത്രമല്ല, സാധാരണ ആളുകളുടെ ശക്തിയും നമ്മുടെ ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ ആളുകൾക്കുള്ള ആ ബോഡിയുടെ സ്ട്രെങ്ത് തന്നെ കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. കലിയുഗത്തിലെ ആളുകൾക്ക് ശക്തിയില്ല, നമുക്ക് ശക്തിയില്ല. മാത്രമല്ല പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കും, ഇമ്മ്യൂണിറ്റിയില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കലിയുഗത്തിലെ ആളുകളുടെ ഒരു ഗിഫ്റ്റാണ്. എനിവേ, ശക്തി ഹ്രാസം അതാണ്. അപ്പോൾ അതായത് ശാരീരിക ശക്തി കുറവ്, ബലക്കുറവ്. പിന്നെന്താണ് പറയുന്നത്, അടുത്ത ക്വാളിറ്റി ഇവിടെ പറയുന്നത്, ഇതെല്ലാം നെഗറ്റീവ് ക്വാളിറ്റീസാണ്, പക്ഷെ എന്നാലും കലിയുഗത്തിലെ പ്രത്യേകതയാണ്. അശ്രദ്ധധാന, അതായത് അശ്രദ്ധധാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസക്കുറവ്, ഒന്നിലും വിശ്വാസമില്ല, പ്രത്യേകിച്ചും ഭക്തിപരമായിട്ടുള്ള കാര്യത്തിൽ. അതീന്ദ്രിയ കാര്യം, ഭക്തി, ശാസ്ത്രങ്ങൾ, ഗുരു, ഭഗവാൻ, ഇതിലൊന്നും വിശ്വാസമില്ല, വിശ്വാസക്കുറവ്, അതാണ് പറഞ്ഞ അശ്രദ്ധധാൻ. പിന്നെ മൂന്നാമത്തെ ക്വാളിറ്റി പറയുന്നു നിസ്സത്വാൻ. അതായത് നിസ്സത്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ക്ഷമയില്ലാത്ത അവസ്ഥ. ക്ഷമയില്ല, എല്ലാം പെട്ടെന്ന് വേണം, ഇങ്ങനെ നടക്കണം, നടന്നില്ലെങ്കിൽ ടെൻഷനായി, പ്രശ്നമായി അല്ലേ. നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്വഭാവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും നമ്മുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ അറിയാം. കാര്യം ഈ മൊബൈൽ വന്നതിന് ശേഷം എല്ലാം നമ്മൾ പെട്ടെന്ന് നടന്ന് ആ ശീലമായി മാറി. അതായത് എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുന്നു, ആമസോണിൽ ഓർഡർ ചെയ്യുന്നു, പെട്ടെന്ന് അത് വരുന്നു. എല്ലാം വളരെ ഈ വിരൽത്തുമ്പിലായി എന്ന് പറയുന്ന രീതിയിലാണ് ടെക്നോളജി പോകുന്നത്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നടന്നില്ലെങ്കിൽ അപ്പോഴേക്കും ദേഷ്യമായി. ഒന്നും വേണ്ട, ഒരു മെസ്സേജ് ഒരാൾക്ക് അയച്ചു, വാട്സാപ്പിൽ ഒരു മെസ്സേജ് നമ്മൾ അയച്ചു, അതിനൊരു റിപ്ലൈ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സമാധാനക്കേടായി. അല്ലെങ്കിൽ പറയും അവർ അറിഞ്ഞിട്ടും കണ്ടിട്ടും അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വിളിച്ചിട്ടും അല്ലെങ്കിൽ ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അതുപോലും ആലോചിക്കാനുള്ള നമുക്ക് ക്ഷമയില്ല. സത്യമല്ലേ? എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഡീഗ്രഡേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം, വെറും 5000 വർഷങ്ങളെ ആയിട്ടുള്ളൂ കലിയുഗം തുടങ്ങിയിട്ട്. ഇപ്പോഴേ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും ഇനി സ്ഥിതി? നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നിസ്സത്വാൻ. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ, നിസ്സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷമയില്ലായ്മ കാരണം എന്താണെന്നും കൂടെ പറയുന്നു. അതായത് സത്വഗുണത്തിൻ്റെ കുറവാണ്, സത്വഗുണമില്ല. കാര്യം സത്വഗുണം എന്ന് പറഞ്ഞാൽ ക്ഷമാശീലമൊക്കെ ഉണ്ടാവും, സത്വഗുണമാണത് ക്ഷമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹ, നിശ്ചയ, ധൈര്യ എന്ന് രൂപഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറയുന്നു. ധൈര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷമാശീലം. അപ്പോൾ ഇത് ഇല്ല, കാര്യം സത്വഗുണം കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു: ശക്തി ഹ്രാസം,
അശ്രദ്ധധാൻ നിസ്സത്വാൻ. ഓക്കെ, ഇനി നാലാമത്തെ ക്വാളിറ്റി ഇവിടെ പറയും ദുർമേധാൻ. ദുർമേധാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബുദ്ധിയില്ലായ്മ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വേണ്ട രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കാത്ത അവസ്ഥ, അത് നമുക്കറിയാം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണ്? ഹ്രഷിത ആയുഷ. ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രായേണ അല്പായുഷ, ആയുസ് കുറവ് എന്നുള്ളത്. പിന്നെ അവസാനത്തെ ക്വാളിറ്റി, ഇപ്പോൾ എത്ര ക്വാളിറ്റി? 1, 2, 3, 4, 5, ആറാമത്തെ ദുർഭാഗൻ. അത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു, മന്ദഭാഗ്യ എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശക്തി ഹ്രാസം, അശ്രദ്ധധാൻ, നിസ്സത്വാൻ, ദുർമേധാൻ, ഹ്രഷിത ആയുഷ, ദുർഭാഗൻ. ഈ ക്വാളിറ്റി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യാസദേവൻ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ. ഇതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവ്യചക്ഷു ഉപയോഗിച്ച് അതീന്ദ്രിയ വീക്ഷണത്തിലൂടെ അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ കലിയുഗത്തിൽ ആളുകളുടെ അവസ്ഥ ഇതായിരിക്കും. കലിയുഗത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതാണ് ഇനി വരാൻ പോകുന്ന അവസ്ഥ. അതുകൊണ്ട് വർണ്ണ ആശ്രമങ്ങൾ, നമുക്കറിയാം വർണ്ണങ്ങൾ, 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങൾ, ഇവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നല്ല രീതിയിൽ വർണ്ണാശ്രമ ധർമ്മം ഫോളോ ചെയ്ത ആളുകൾക്ക് പോകാൻ വേണ്ടി ആ ഒരു കാര്യം, ഞാൻ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം കണ്ടംപ്ലേറ്റ് ചെയ്യുന്നു. ധ്യാനത്തിലൂടെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അതാണ് നമ്മളിവിടെ ഈ ശ്ലോകത്തിൽ കാണുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ മനോഹരമായിട്ട് പറയുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനു മുമ്പ് 1-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ ശ്ലോകം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കലിയുഗത്തിൻ്റെ എഫക്റ്റുകളെ കുറിച്ചൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാതെയാവും. കഴിക്കാനുള്ള ഭക്ഷണമില്ലാത്ത അവസ്ഥയാവും, പാലില്ല, വെള്ളമില്ല, എന്തൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. കലിയുഗത്തിൻ്റെ അവസാനത്തോടു കൂടി പറയുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ, അവസാനമൊന്നും ആവണ്ട, നമ്മൾ ആകെ 5000 വർഷമായിട്ടുള്ളൂ, ഇനി കിടക്കുന്ന 4,27,000 വർഷങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? ഇപ്പോഴേ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും 100 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. പോട്ടെ, 10 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള സ്ഥിതി നമുക്ക് അറിയില്ല. അതാണ് അത്രയും മോശമായിട്ടുള്ള ഒരു ഗതിയിലൂടെയാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നു പുരോഗമനമാണ്, ടെക്നോളജിയാണ്, അതെല്ലാം പറയും, പക്ഷേ അധപതനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ, എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. ഒരുപാട് ബെനിഫിറ്റുകൾ ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. ഇവിടെ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈസിനെസ് കൂടി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ സ്വഭാവത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആ കാര്യം നമ്മൾ മറക്കുന്നു. അപ്പോൾ ഭക്തിയിൽ അത് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ ജോലി, നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭൗതിക, അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലി എളുപ്പത്തിലാവാൻ വേണ്ടി ചിലപ്പോൾ ഒരുപക്ഷെ AI നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മുടെ ആക്ച്വൽ ഇൻ്റലിജൻസിനെ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, ഒറിജിനൽ ഇൻ്റലിജൻസ്, അത് തകർക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഈ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കാതെ എളുപ്പത്തിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാതെ വരുന്നു. എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാവും. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലായിരിക്കും. പിന്നെ എന്ത് AI പറയുന്നു അതാണ് നമ്മുടെ ഉത്തരം. വിവേകബുദ്ധി, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള, ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പല കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഹൃദയം പരിവർത്തനം എന്ന് പറയുന്നത്, നമ്മുടെ ബുദ്ധിയെ, ഭഗവാൻ എന്താ പറയുന്നത്? മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും വാക്കുകളെയും എല്ലാം മനസ്സാവാച കർമ്മണ ഭഗവാന്റെ സേവനങ്ങളിൽ എൻഗേജ് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് നമ്മളോട്. മനാ ഭവ മത് ഭക്തോ മത് യാജീമാം നമസ്കുരു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ഭാഗവതത്തിലും പല സ്ഥലങ്ങളിലും ഭക്തർ പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ള പരീക്ഷത്ത് മഹാരാജ് ആവട്ടെ, പ്രഹ്ലാദ മഹാരാജ് ആവട്ടെ, ധ്രുവ മഹാരാജ്, ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ ശരീരവും മനസ്സിനെയും ബുദ്ധിയെയും, അല്ലെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങളെയും അങ്ങയുടെ സേവനങ്ങളിൽ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അംബരീഷ് മഹാരാജാവും പ്രാർത്ഥിക്കുന്നത് തന്നെയായിരുന്നു. സവൈ മനകൃഷ്ണ പദാരവിന്ദയോ.
കുലശേഖർ ആൾവാർ പ്രാർത്ഥിക്കുന്നു, ജിഹ്വേ കീർത്തയ കേശവം, വാക്കും പ്രവർത്തികളും എല്ലാം ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ സാധിക്കുമോ? അപ്പോൾ ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ ജീവിക്കാൻ കുറച്ച് ഈസി ആവും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. പക്ഷേ ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് അത് നമ്മളെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രമെടുത്ത് വായിക്കാൻ, ഭാഗവതം വായിക്കാനുള്ള ക്ഷമ നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാത്തിനും നമ്മുടെ ആ പേഷ്യൻസ് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ടെക്നോളജി കൂടുതൽ വരുമ്പോൾ ക്ഷമയില്ലാത്തൊരവസ്ഥയാവും. ക്ഷമയോടുകൂടി ഒരു കാര്യം വായിക്കാനുള്ള ക്ഷമയില്ല. അപ്പോഴേക്കും നമ്മൾ ഇൻ്റർനെറ്റിൽ പോയി AI ഇട്ട് കൊടുത്തു, ChatGPT എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നു, അപ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നു. അത് ശാസ്ത്രത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പോൾ പല ആളുകളും പല കാര്യങ്ങളും ഇപ്പോൾ ChatGPT പോലുള്ള സംഭവങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഈസിയാണ്. എന്തെങ്കിലും ചോദിച്ചാൽ ഭാഗവതത്തിൽ ഇന്ന കാര്യം ഒക്കെ അടിച്ചു കൊടുത്തു, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എസ്സേ എഴുതണം. ഞാൻ ടിപ്പ് പറഞ്ഞു തരില്ല, ഭക്തിശാസ്ത്രി ഭക്തിവൈഭവം പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ എന്നാലും ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. നമ്മൾ പറയുന്നത് ഇന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു എസ്സേ എഴുതണം, ആർട്ടിക്കിൾ എഴുതണം. നമ്മൾ ടൈപ്പ് ചെയ്തു, എന്തെങ്കിലും ശാസ്ത്രത്തിലുള്ള കാര്യം തന്നെ റെഫറൻസ് കൊടുത്തു, നമ്മൾ ഇടുന്നു, ഉത്തരം നമുക്ക് കിട്ടും. അതങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കി അതിനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് ChatGPT ആണോ എന്നുള്ളത്. കാര്യം ഒരുപാട് റെഫറൻസസ് അതിൽ തരുന്നത് തെറ്റായിട്ടുള്ള റെഫറൻസാണ്. കാര്യം ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫീഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരല്ല, ഇൻഫർമേഷൻ ചോദിക്കുന്ന ആൾക്കാരല്ല. അതായത് ലോകത്തിലെ ഓരോരുത്തരും ഫീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അവരുടെ സെർവറിൽ വന്ന് അതിൽ നിന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് നമ്മൾ ചോദിക്കുന്ന ഉത്തരത്തിന് അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് നമുക്ക് മുന്നിലേക്ക് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തെറ്റ് സംഭവിക്കാം. പ്രത്യേകിച്ചും ശാസ്ത്രങ്ങളിലെ റെഫറൻസൊക്കെ, ആ റെഫറൻസ് നമ്പറും ചാപ്റ്ററും അധ്യായവും ഒക്കെ മാറാം ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അതിലെന്ത് പറയുന്നു അത് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തു, അല്ലെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിനൊരു ലിമിറ്റേഷനുണ്ട്. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, വേണ്ട രീതിയിൽ നമ്മൾക്ക് വളർത്താൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ, പുതിയ ജനറേഷൻ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട ആൾക്കാരാണ്. കാര്യം ഓർമ്മശക്തി അല്ലെങ്കിൽ ഈ വിവേക ബുദ്ധി എന്നൊക്കെ പറയുന്നത്, നമ്മൾ ബുദ്ധിയെ ട്രെയിൻ ചെയ്യണം. കൂടുതൽ വായിച്ച് കൂടുതൽ നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോഴൊക്കെയാണ് ട്രെയിൻ ആവുന്നത്, ബുദ്ധിശക്തി കൂടുന്നത്. അതുകൊണ്ട് കേട്ടിട്ടുണ്ടാവും, കുട്ടിക്കാലത്ത് ശ്ലോകങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ ഫ്യൂച്ചറിൽ അവരുടെ ബുദ്ധി വികസിക്കും. കാര്യം മെമ്മറൈസ് ചെയ്യാൻ, കാര്യങ്ങൾ കാണാതെ പഠിക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അവരുടെ ബുദ്ധി വികസിക്കും ആക്ച്വലി. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ബുദ്ധി വികാസത്തിനുള്ളൊരു അവസരം നമ്മൾ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ പല ടെക്നോളജിയും മുന്നോട്ട് വന്നത് കാരണം. സോ ഒരുപാട്, അപ്പോൾ കലിയുഗം നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മൾ ഇതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുക, കൃഷ്ണാവബോധത്തിന് സഹായിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. കൂടുതൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളാവും. അപ്പോൾ അതൊക്കെ നാച്ചുറലായിട്ട് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് കഴിവുകളുണ്ട്, ഭഗവാൻ തന്നിട്ടുള്ള കഴിവുകൾ. അതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഭൗതിക തലത്തിൽ നല്ല ജോലിയും വലിയ ആളൊക്കെ ആവും, പക്ഷേ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ആരും അല്ലാതെയാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രഭുപാദ് ഇവിടെ കലിയുഗത്തിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു വളരെ മോശമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഭാവാർത്ഥത്തിൽ. ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യാസദേവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രഭുപാദ് പറയുന്നു, പല രീതിയിലുള്ള അസുഖങ്ങൾ ആളുകൾക്ക് വരും. അതേപോലെ ഒരുപാട് മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വ്യാസദേവൻ കാണുന്നു. എന്നിട്ട് പ്രഭുപാദ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഇങ്ങനെയുള്ള വ്യാസദേവനെ പോലുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർ, വ്യാസദേവൻ, നാരദമുനി, ശ്രീപാദ് മാധവാചാര്യ, ശ്രീ ചൈതന്യ മഹാപ്രഭു,
അദ്ദേഹത്തിൻ്റെ പാർഷദരായിട്ടുള്ള ശ്രീല രൂപ ഗോസ്വാമി, ഇവരെല്ലാവരും, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി, നമ്മുടെ പ്രഭുപാദം, ഇവരെല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവരെല്ലാവരും അതീന്ദ്രിയ തലത്തിൽ ചിന്തിക്കുന്നവരാണ്. അവർക്കെല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരെയും, ഈ ലോകത്തുള്ള എല്ലാവരെയും രക്ഷിക്കണം. കലിയുഗമാവട്ടെ, ഏത് യുഗം വേണമെങ്കിൽ ആയിക്കോട്ടെ, കലിയുഗത്തിൻ്റെ മോശമായിട്ടുള്ള ക്വാളിറ്റീസും ഉണ്ടാവും. പക്ഷെ സാരമില്ല, എന്നാലും ഇവരെല്ലാവരും ഉദ്ധരിക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ഇവർക്കെല്ലാവർക്കും. അപ്പോൾ അതിനുവേണ്ടി അവർ എല്ലാം ചെയ്യുന്നു. അവർ ഇറങ്ങുന്നു പ്രചരണമായിട്ടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാനും നാമവും ഭാഗവതവും എല്ലാവരിലേക്ക് എത്തിക്കുവാനും അവർ ശ്രമിക്കുന്നു. കാര്യം ഇതാണ് ഒരേ ഒരു മാർഗം ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. കലിയുഗത്തിലെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ഈ ആചാര്യന്മാരെല്ലാവരും. കാര്യം ഇവിടെ ഇരിക്കേണ്ട ആൾക്കാരല്ല, ഇനിയും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകും. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുമായിട്ടാണ് ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ അനുയായികളും നമ്മുടെ ആചാര്യന്മാരെല്ലാവരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് സ്വീകരിക്കുക, അത് സ്വീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പ്രഭുപാദ് ആ ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലോകം 19. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനം വീക്ഷ്യ വൈദികം വ്യദധാദ്യജ്ഞസന്തത്यै വേദം ഏകം ചതുർവിധം. ഓക്കെ, ധനലക്ഷ്മി മാതാജി ഉണ്ടോ? ഓക്കെ, ഷീല മാതാജി. ഓക്കെ, മീന കുമാരി മാതാജി. എന്നാരുമില്ല. ഗീതാമായി മാതാജി വായിക്കുന്ന. ഹരേ കൃഷ്ണ പ്രഭു, ഞാനാണ്. വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 19. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വൃദധാദ്യജ്ഞസന്തത്यै വേദമേകം ചതുർവിധം. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന യജ്ഞങ്ങൾ സാമാന്യ ജനങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങളാണെന്ന് അദ്ദേഹം ദർശിച്ചു. ആകയാൽ പ്രവർത്തന പദ്ധതികളെ ലഘൂകരിക്കുന്നതിനായി അങ്ങനെ ജനമധ്യേ വേദപ്രചാരണത്തിനായി അദ്ദേഹം ഏകവേദത്തെ 4 വിഭജിച്ചു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ വ്യാസദേവൻ വേദങ്ങളെ 4 ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വേദം എന്ന് പറഞ്ഞാൽ 1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം കലിയുഗത്തിലെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടി അദ്ദേഹം 1നെ 4 ആക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു ഈ കാര്യങ്ങൾ. അത് അടുത്ത ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരെയാണ്, അതായത് ഇതിന് ശേഷം പുരാണങ്ങളും എഴുതുന്നുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ആരെയൊക്കെയാണ് ഇത് ഏൽപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു 4 വേദങ്ങൾ, ഋഗ്, യജുർ, സാമ, അഥർവ. അതിനുശേഷം 4 വേദങ്ങൾ, അതിനുശേഷം പുരാണങ്ങൾ, അതേപോലെ ഇതിഹാസങ്ങൾ, മഹാഭാരതം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുരാണങ്ങളെ മഹാഭാരതത്തെയൊക്കെ 5ാമത്തെ വേദമായിട്ട് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചിവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്. വ്യാസദേവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം ഇതിനെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ പിന്നീട് ഇത് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഡിസൈപ്പിൾസ് അവരത് പ്രചരണം ചെയ്യുക, അല്ലെങ്കിൽ പഠിപ്പിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് ഡിസൈപ്പിൾസ് ഗുരു ശിഷ്യ പരമ്പര കൊണ്ടുവരാൻ വേണ്ടി വ്യാസദേവൻ അവർക്ക് അനുമതി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ശീല ജീവഗോസ്വാമി വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഭാവാർത്ഥത്തിൽ ആദ്യം ഈ വേദം എന്ന് പറഞ്ഞാൽ യജുർവേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യജുർവേദത്തെയാണ് പിന്നീട് 4 ആക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ 4 1 യജുർവേദം തന്നെ,
പിന്നെ അതായത് ആദ്യം ആ വേദത്തെ അറിയപ്പെടുന്നിരുന്നത് യജുർവേദം എന്നായിരുന്നു. അതിനെ പിന്നീട് 4 ഡിവൈഡ് ചെയ്തപ്പോൾ ഋഗ്, യജുർ, സാമ, അഥർവ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ 4 ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 4 പ്രീസ്റ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വേദങ്ങളെ അറിയുന്ന ആളുകൾ, ഇത് ഏൽപ്പിച്ചിട്ടുള്ള ആചാര്യന്മാരല്ല. പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു യജ്ഞമാണ്, ഒരു യജ്ഞം പോലെ നമ്മൾ കാണണം. അപ്പോൾ വേദം ആ ഒരു ഋഗ്വേദത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ ഒരു ആചാര്യൻ എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് എന്ന് പറയാം, അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 4 വേദങ്ങൾക്കും ഓരോ വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ പേരുകളും പറയുന്നുണ്ട്. നമ്മൾ കൺഫ്യൂഷൻ ആവുമെങ്കിൽ ഞാൻ പറയുന്നില്ല. ബട്ട് എനിവേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ യജുർവേദത്തിൻ്റെ ആള് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ അധ്വര്യ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. പിന്നെ ഹോത്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ഋഗ്വേദത്തിൻ്റെ. അതേപോലെ ഉദ്ഗാത്ര എന്നുള്ള പേരാണ് സാമവേദം. അദ്ദേഹമായിരുന്നു അതിൻ്റെ ഒരു ബ്രാഹ്മണൻ, ആ ഒരു വേദം അറിയുന്ന ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ അഥർവവേദം ബ്രഹ്മ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ ഈ 4 ബ്രാഹ്മണരാണ് ഈ വ്യാസദേവൻ ഡിവൈഡ് ചെയ്യുമ്പോൾ അവരെയാണ് ആദ്യം ഏൽപ്പിക്കുന്നത്. പിന്നീട് ഇത് മുന്നോട്ട് അദ്ദേഹം വ്യാസദേവൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം, അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അടുത്ത ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്നുള്ളത്. അടുത്ത ശ്ലോകം വായിക്കാം നമുക്ക്, 20ാമത്തെ. ഓക്കെ, വരദ മാതാജി ഉണ്ടോ? ഇല്ല. ഓക്കെ, നിഷ മാതാജി ഉണ്ടോ? കലാ മാതാജി, കലാദേവി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഋഗ്ജു സാമാദർവാക്യ വേദശ്ചത്വാര ഉദ്ധൃതാഃ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വിജ്ഞാനത്തിന്റെ യഥാർത്ഥ ഉറവിടത്തെ, അതായത് വേദങ്ങളെ 4 വിഭാഗങ്ങളായി പ്രത്യേകം സൃഷ്ടിച്ചു എന്നാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ആധികാരികമായ കഥകളെയും പഞ്ചമവേദമായി വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇതിൽ മനോഹരമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് സംശയം വരും, ഓക്കെ, ഇനി ഈ വ്യാസദേവൻ നേരത്തെ പറഞ്ഞത്, ഈ ഡിവിഷൻ്റെ സമയത്ത് പറഞ്ഞത്, ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി ഓരോ വേദങ്ങൾക്കും ഓരോ ബ്രാഹ്മണനെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അസൈൻ ചെയ്തിരുന്നു. ആ പേരുകളാണ് നേരത്തെ പറഞ്ഞത്. ഓർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതല്ലാതെ 21ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നു, വ്യാസദേവൻ ഇത് പഠിപ്പിക്കാൻ വേണ്ടി, ഇനി ശിഷ്യരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം പ്രൊഫസർമാരെ ഏൽപ്പിക്കുന്ന പോലെ അവരെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ സാമവേദം ഒരാളെ ഏൽപ്പിക്കുന്നു, ഋഗ്വേദം ഒരാളെ ഏൽപ്പിക്കുന്നു, അങ്ങനെ ഏൽപ്പിക്കുന്നു. പിന്നീട് അവരാണ് ഡിസൈപ്പിൾസ് ഉണ്ടാകുന്നത്. നമ്മളത് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് വേറൊരു കാര്യം നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പറഞ്ഞു 20ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, 5ാമത്തെ വേദമായിട്ട് കണക്കാക്കുന്നത് എന്താണ്? പുരാണങ്ങൾ, അല്ലെങ്കിൽ പുരാണങ്ങളെയാണ് 5ാമത്തെ വേദമായിട്ട് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ വായിച്ചു ഈ ശ്ലോകത്തിൽ. അപ്പോൾ പുരാണങ്ങൾ അല്ലെങ്കിൽ വേറെയും നമ്മൾ ചില സമയത്ത് ഇതിഹാസത്തെയും മഹാഭാരതത്തെയും പറയും 5ാമത്തെ വേദം എന്നുള്ളത്. അപ്പോൾ ഇതിഹാസം, പുരാണങ്ങളും ഇതെല്ലാം ചേർത്ത് നമ്മൾ 5ാമത്തെ വേദമായിട്ടാണ് പറയുന്നത് വ്യാസദേവൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിനി മനസ്സിലാക്കേണ്ടത്, ആചാര്യന്മാർ പറയുന്നു, അഗൈൻ ശീലജീവ ഗോസ്വാമിയും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറൊക്കെ പറയുന്നു, ബ്രഹ്മാവ് ഈ 4 വേദങ്ങൾ, നമുക്കറിയാം ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്. അദ്ദേഹം ഈ 4 വേദങ്ങൾ 4 തലയെ ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ, പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വേദങ്ങൾ വന്ന സമയത്ത്
വേദങ്ങൾ ബ്രഹ്മാവ് 4 തലയും ഉപയോഗിച്ച് ഓരോ വേദങ്ങൾ പറയുവാണ്. ബ്രഹ്മാവിൻ്റെ തിരുമുഖത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ വേദങ്ങളിലെ കാര്യങ്ങൾ ഒരുപാട് നോളജ് ഉണ്ട് അതിനകത്ത് അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആക്ച്വലി പറയുന്നത് ഇത് വളരെ വിലപിടിപ്പുള്ള ജ്വല്ലറി അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മുത്തും പവിഴവും പോലെയുള്ള കാര്യമാണ് ഈ 4 വേദങ്ങളിലെ ഇൻഫർമേഷൻ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. വളരെ വളരെ എന്താ പറയുക, ശക്തിയുള്ള ഈ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ. പക്ഷേ ഇദ്ദേഹം 4 തല ഉപയോഗിച്ച് 4 വേദങ്ങൾ പറയുന്നു. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇതിനെ സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് മന്ത്രങ്ങൾ 4, അതായത് 4 തലയിൽ നിന്ന് 4 വേദങ്ങൾ വന്ന് ഒരുപാട് മുത്തും പവിഴവും കൂടെ ഒരുമിച്ച്, പക്ഷേ എല്ലാം പല ഫ്ലേവറിലുള്ള പല കളറിലുള്ള എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ വ്യാസദേവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെ സോർട്ട് ചെയ്തു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ജ്വൽസ് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രത്നങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം വേണ്ട രീതിയിൽ വ്യാസദേവൻ അതിനെ സോർട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അദ്ദേഹം 4 വേദങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെവിടെ പറയുന്നു എന്ന് വെച്ചാൽ ഭാഗവതത്തിൽ 12ാമത്തെ സ്കന്ധത്തിൽ ഈ റെഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അവിടെ എനിവേ അത് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം, അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു വേദങ്ങൾ, പക്ഷെ അതിനെ സോർട്ട് ചെയ്ത് വേണ്ട രീതിയിൽ ഓരോ ഡിവിഷൻസ് ആക്കി അതിനെ ഡിവൈഡ് ചെയ്ത് അതിനെ ക്രമീകരിച്ച് അതിനെ കൊടുക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് വ്യാസദേവനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് വ്യാസദേവൻ എഴുതിയിട്ടുള്ളതാണ് വേദമന്ത്രങ്ങളെന്ന് പറയാൻ സാധിക്കില്ല. വേദങ്ങൾ വരുന്നത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നു, ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ തിരുമുഖത്തിൽ നിന്ന് നാരദമുനിയും കേൾക്കുന്നു, വ്യാസദേവനും അത് കിട്ടുന്നു. അപ്പോൾ നാരദമുനിയിൽ നിന്ന് വ്യാസദേവനും പഠിക്കുന്നുണ്ട്. അങ്ങനെ വ്യാസദേവനാണെങ്കിൽ ശക്തിയാവേശ അവതാരം കൂടിയാണ്. രണ്ടും കൂടെ. അപ്പം നാരദമുനിയുടെ ഇൻസ്ട്രക്ഷനും ഉണ്ട്, കൂട്ടത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെ ക്രമീകരിക്കുന്നു, ഡിവൈഡ് ചെയ്ത് വേണ്ട രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തുകയാണ് വ്യാസദേവൻ ചെയ്യുന്നത്. അപ്പോൾ വ്യാസദേവൻ, അതുകൊണ്ടാണ് പറയുന്നത് വ്യാസദേവനെ കമ്പൈലറായിട്ടാണ് പറയുന്നത്. എപ്പോഴും കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൊണ്ടുവന്ന് അതിനെ ഒരു ക്രമമാക്കി ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എഴുതുക, റൈറ്റർ എന്ന് പറയുന്നതും കമ്പൈലർ എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്, അർത്ഥം വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യാസദേവൻ ചെയ്യുന്നത് സോർട്ട് ചെയ്യുന്നു, അതിനെ വേണ്ട രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തി, അതാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പ്രസൻറ്റ് ചെയ്തു. കാര്യം ഇനി നമുക്കറിയാം, ഇത്രയും 4 വേദങ്ങളെ അദ്ദേഹം എഴുതി, ഒന്നിനെ 4 ആക്കി. എഴുതി എന്ന് ഉദ്ദേശിക്കുന്നത് ചിട്ടപ്പെടുത്തി, ഒന്നിനെ 4 ആക്കി. 4ഉം ആളുകൾക്ക് മനസ്സിലാവാത്ത അവസ്ഥയാണ് അല്ലേ. ഈ ഋഗ്വേദം, അഥർവേദം, യജുർവേദം, സാമവേദത്തിലൊക്കെ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. അതിനുശേഷമാണ് ഇതും പോരാഞ്ഞിട്ടാണ് പിന്നീട് ഭാഗവതം എഴുതുന്നത്. അതാണ്. അല്ലെങ്കിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതുന്നത് ഇതിനെ സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഈ വേദങ്ങളിൽ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ടാണ് 5ാമത്തെ വേദമായിട്ടുള്ള മഹാഭാരതവും പുരാണങ്ങളും വ്യാസദേവൻ എഴുതുന്നത്. അതും പോരാഞ്ഞിട്ട് അവസാനം ഭാഗവതം കമ്പൈൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ശ്ലോകം 21. രേണുക മാതാജി ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഇല്ല. ഓക്കെ, രത്ന മാതാജി വായിക്കൂ. हरे कृष्ण प्रभु, हरे कृष्ण प्रणामम. വായിക്കൂ. तत्र हृद्वेदधरा पैला स्वामगो जैमिनी कवि वैशम्पायन एवैगो निष्णदो യജുഷാമുദാ. ഭാവാർത്ഥം വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. വേദങ്ങളെ 4ആയി വിഭജിച്ച ശേഷം പൈല ഋഷി ഋഗ്വേദത്തിന്റെയും ജൈമിനി സാമവേദത്തിന്റെയും ആചാര്യന്മാരായി തീരുകയും വൈശമ്പായനൻ ഒറ്റയ്ക്ക് യജുർവേദത്താൽ മഹനീയനാകുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. അടുത്ത ശ്ലോകവും ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ലത മാതാജി വായിക്കൂ. ലതാ കുമാരി മാതാജി. കൃഷ്ണ. ശ്ലോകം 22.
അഥർവാംഗിര സമീസിസോമൻ അന്തർധരുണോ മുനി ഇതിഹാസ പുരാണാനാം പിതമേ രോമഹർഷണ. ശ്രീല പ്രഭുപാദർ കി ജയ്. അർപ്പണബോധത്തോടെ നിരതനായ സുമന്തു മുനി അങ്കിരസിന്റെ പക്കൽ അഥർവവേദത്തെ ഏൽപ്പിച്ചു. തന്റെ പിതാവായ രോമഹർഷനെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു. 21, 22 2 ശ്ലോകങ്ങളിലായിട്ട് വേദങ്ങൾ ഓരോ പ്രൊഫസേഴ്സിനെ ഏൽപ്പിക്കുന്ന പോലെ ഓരോ ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. ഈ 4 വേദങ്ങളെയും പിന്നെ പുരാണങ്ങളും. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് ഋഗ്വേദത്തെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? പൈല ഋഷി, വ്യാസദേവൻ, അവർക്കാണ് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. സാമവേദം കൊടുക്കുന്നത് ആർക്കാണ്? ജൈമിനിക്കാണ്, ജൈമിനി ഋഷിക്കാണ്. യജുർവേദം കൊടുക്കുന്നത് വൈശംപായന, ശ്രീ വൈശംപായനോവാച, വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൈശംപായന ഋഷിയാണ് യജുർവേദം ഏൽപ്പിക്കുന്നത്. അഥർവവേദം ഏൽപ്പിക്കുന്നത് സുമന്തു മുനി അല്ലെങ്കിൽ അംഗീര മുനി, അംഗീര ഋഷി. പുരാണങ്ങളെ ഏൽപ്പിക്കുന്നത് രോമഹർഷൻ, നമ്മുടെ സൂത ഗോസ്വാമിയുടെ അച്ഛൻ, സൂത ഗോസ്വാമിയുടെ അച്ഛൻ. അപ്പോൾ സൂത ഗോസ്വാമിയാണിത് പറയുന്നത്. സൂത ഗോസ്വാമി പറയുന്നു അച്ഛനെയാണ് പുരാണങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ രോമഹർഷൻ്റെ കഥ നമുക്കറിയാം. അദ്ദേഹം ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ രോമഹർഷൻ അത്രയും വലിയൊരു പൊസിഷൻ, വ്യാസദേവൻ നേരിട്ട് പുരാണങ്ങളുടെ പ്രൊഫസറായി നിയമിച്ചിട്ടുള്ള വ്യക്തിയാണ് രോമഹർഷൻ. അത്രയും വലിയ പൊസിഷനാണ് അദ്ദേഹത്തിനുള്ളത്. അത്രയും വലിയ പൊസിഷനുള്ളൊരു വ്യക്തി അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയും ഉണ്ടാവണം അദ്ദേഹത്തിന്. ക്വാളിറ്റി എന്ന് പറയുന്നത് പണ്ഡിതൻ എന്നുള്ള ക്വാളിറ്റി അല്ല പറയുന്നത്. ആരെ ബഹുമാനിക്കണം എന്നുള്ളതും അഹങ്കാരം പാടില്ല എന്നുള്ളതും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ആചാര്യനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പാടില്ലാത്ത സ്വഭാവങ്ങളാണ് ഇതെല്ലാം. അഹങ്കാരം പാടില്ല, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആ കഥ അറിയാം. ബലരാമൻ ആ സഭയിൽ വന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അല്ലേ. ശൗനക ഋഷിമാർ ആക്ച്വലി രോമഹർഷനിൽ നിന്നായിരുന്നു ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ രോമഹർഷനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രോമഹർഷൻ പറയാൻ തുടങ്ങുമ്പോഴാണ് ബലരാമൻ അവിടെ വരുന്നതും. അദ്ദേഹം വേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കുന്നില്ല. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബലരാമനെ സ്വീകരിക്കുന്നു. കാരണം ബലരാമൻ ഗുരുതത്വമാണ്, ഗുരുവാണ്, സമസ്ത ഗുരുവിൻ്റെയും ആസ്ഥാനമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നാണ് ഗുരു, അദ്ദേഹത്തിൽ നിന്നാണ് മറ്റുള്ള ഗുരു ജനങ്ങളെല്ലാവരും വരുന്നത്. ആ ഗുരുതത്വം എന്ന് പറയുന്ന വ്യക്തിയാണ്, ഗുരുതത്വമാണ്, അഖണ്ഡ ഗുരുതത്വമാണ് ബലരാമൻ. ആ ബലരാമൻ വരുമ്പോൾ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, വേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നു? രോമഹർഷൻ അവിടെ ബലരാമൻ്റെ കൈകൊണ്ട് അദ്ദേഹം അവിടെ മരിക്കുന്നു. ആ സമയത്ത് പിന്നീട് ബലരാമനോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു, ശൗനകാദ ഋഷിമാർ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ ഈ ഒരു യജ്ഞം, ഭാഗവത യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചതാണ് ലോകത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി. അതിനു വേണ്ടിയിട്ട് രോമഹർഷനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചു, ഇനി ആരാണത് ചെയ്യുക? അങ്ങ് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല, അങ്ങ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അപ്പോൾ തിരിച്ച് രോമഹർഷനെ കൊണ്ടുവരണം എന്നുള്ളത് അവർ പറഞ്ഞില്ല, അങ്ങനെയല്ല, പക്ഷെ അങ്ങ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്നുള്ളത് പറഞ്ഞു. അങ്ങ് ഇതിനൊരു സൊല്യൂഷൻ കാണണമെന്ന് ബലരാമനോട് പറഞ്ഞു. അവർ അപേക്ഷിച്ചു. ബലരാമൻ അപ്പോൾ പറഞ്ഞു സാരമില്ല, കാര്യം ഇതിന് ഇങ്ങനെ നടക്കാൻ കാര്യം രോമഹർഷന് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷേ അത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഒരുപാട് വൈഷ്ണവ ക്വാളിറ്റീസും ആവശ്യമാണ്. അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറകൾ ഇത് കണ്ടു പഠിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഒരു ലീഡറായിരിക്കുന്ന യദ്യത് ആചരത്തി ശ്രേഷ്ഠ തത്തത് ഏവേതരോ ജന, ഭഗവത്ഗീത പറയുന്നു അല്ലേ. എന്താണോ ലീഡേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത്, അവരെ റിപ്പീറ്റ് ചെയ്യാനും അവരെ ഫോളോ ചെയ്യാനും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു താക്കീതും കൂടിയാണത്. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അടിയിൽ ക്ലാസ്സുകൾ എടുക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടിയിൽ കുറച്ച് ഭക്തിവൃക്ഷ
ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ലീഡറായിരിക്കും, നമ്മൾ ഒരുപാട് ആളുകളെ നയിക്കുന്നുണ്ടാവും, ഗൈഡ് ചെയ്യുന്നുണ്ടാവും, മെൻറ്റർ ചെയ്യുന്നുണ്ടാവും, ഒക്കെ നല്ലതാണ്. ഒരു കാര്യം ഓർക്കണം, യദ്യദാചര്യത്തെ ശ്രേഷ്ഠ തത്തത് ഏവേതരോചന. നമ്മളെങ്ങനെയാണോ അത് ഫോളോ ചെയ്യാനാണ് ആളുകൾ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ഉദാഹരണങ്ങളാവണം, നല്ല എക്സാമ്പിൾസ് ആവണം. നമ്മുടെ ക്വാളിറ്റി അവരിലേക്ക് പോകണം, അല്ലെങ്കിൽ അവർ അത് ഫോളോ ചെയ്യും. പോകണം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടെന്നല്ല, അതങ്ങനെ ആവും. അപ്പം നമ്മൾ നല്ല രീതിയിലല്ല ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു പ്രാക്ടീസാണ്, സ്പിരിച്വൽ പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേ സ്വഭാവമാണ് നമ്മുടെ കീഴിലുള്ള ആളുകൾ പഠിക്കുക. അത് ചെയ്യരുത്. അതുകൊണ്ട് ആദ്യം നമ്മുടെ കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരുടെ മുമ്പിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല ഉദാഹരണമാണ് ആയി മാറണം. അത് ഷോ മാത്രമല്ല, ഉള്ളുകൊണ്ട്. ഷോ അല്ല പറയുന്നത്. എല്ലാവരുടെ മുമ്പിൽ നല്ല ആളും പക്ഷെ പുറകിൽ അവരെല്ലാം പോയി കഴിഞ്ഞാൽ വേറെ സ്വഭാവം, അതല്ല ഉദ്ദേശിക്കുന്നത്. ഉള്ളിലും പുറത്തും എല്ലാം നല്ല ഉദാഹരണങ്ങളാവണം, നല്ല എക്സാമ്പിൾസ് ആവണം. അതിന് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, ഞാൻ ഈ ധർമ്മം അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മം ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഭഗവാനാണ്, പക്ഷെ ഞാനിത് ചെയ്യുന്നു. യദ്യദാചര്യ ശ്രേഷ്ഠ. കാര്യം ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് ഞാൻ നല്ലൊരു എക്സാമ്പിൾ ആവണം അവരുടെ മുമ്പിൽ. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഞാൻ ചെയ്യുന്നു, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ ഓടിപ്പോകുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ നമുക്കുള്ള പാഠമാണ്. അപ്പോൾ രോമഹർഷനെ ആ ഒരു പൊസിഷൻ കൊടുത്തു, ഒക്കെ നല്ലതാണ്. എല്ലാം അദ്ദേഹത്തിന് കഴിവുണ്ട്, അദ്ദേഹത്തിനെ പോലെ പുരാണങ്ങൾ അറിയുന്നൊരു വ്യക്തി വേറെയില്ല, ശരിയാണ്. പക്ഷേ ആ വൈഷ്ണവ ക്വാളിറ്റീസ് കുറവായിരുന്നു അദ്ദേഹത്തിന്. ആളുകളെ വേണ്ട രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക, മാത്രമല്ല അഹങ്കാരം ഉണ്ടായിരുന്നു, എനിക്കെല്ലാം അറിയാമെന്നുള്ളത്. അദ്ദേഹത്തിന് അറിയാവുന്നത് കാര്യങ്ങൾ അദ്ദേഹം വ്യാസദേവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും, അല്ലെങ്കിൽ ഭഗവാൻ അദ്ദേഹത്തിന് കൃപ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പുരാണങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ അത് അവനവൻ്റെ കഴിവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ വലിയൊരു തത്വം, വലിയൊരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ എനിവേ, രോമഹർഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമാണ് സൂതഗോസ്വാമി ഏൽപ്പിക്കുന്നത്. അതാണ് ഇവിടെ സൂതഗോസ്വാമി പറയുന്നത് പിതാമേ രോമഹർഷന, പുരാണാനാം പിതാമേ രോമഹർഷന, അതായത് എൻ്റെ അച്ഛനെയാണ് ഏൽപ്പിക്കുന്നത് എന്നാണ് സൂതഗോസ്വാമി ഇവിടെ പറയുന്നത്. ഓക്കെ, ശ്ലോകം 23. താ ഏതർഷയോ വേദം സ്വം സ്വം വ്യസ്യാൻ അനേകതാ ശിഷ്യേ പ്രശിഷ്യേസ്തച്ഛിക്ഷേർ വേദാസ്തേ ശാഖിനോ ഭവൻ. ഓക്കെ, വിജയ് കുമാരി മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകത ശിഷ്യസ്യേ പ്രശിഷ്യർവേദസ്തേ ശാഖിനോ ഭവാൻ. വിവർത്തനം. ശ്രീശീല പ്രഭുവാദി കി ജയ്. ആരുടെ ഊഴമായപ്പോൾ ഈ സർവ ഉൽപ്പത്തി പണ്ഡിതരും തങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന വേദത്തെ നിരവധി ശിഷ്യന്മാർക്കും പ്രശിഷ്യന്മാർക്കും ചുമതലപ്പെടുത്തി നൽകി. അപ്രകാരം വേദങ്ങളുടെ യഥാനുക്രമ ശാഖാനുവർത്തികൾ നിലവിൽ വന്നു. താങ്ക് യു. ഇവിടെ പറയുന്നത് ഇങ്ങനെ ഈ പ്രൊഫസേഴ്സിനെ, അതായത് വേദങ്ങൾ ഈ പറയുന്ന ഋഷിവര്യന്മാരെ ഏൽപ്പിച്ചു. പൈല ഋഷി, ജൈമിൻ ഋഷി, വൈശംപായന ഋഷി, അങ്കിരമുനി, രോമഹർഷൻ, ഇവരെല്ലാവരെയും ഏൽപ്പിച്ചു. അവരോട് പറയുകയും ചെയ്തു, അതായത് നിങ്ങളിത് പഠിച്ച് അല്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ശിഷ്യരുടെ ശിഷ്യരും ഒക്കെ വരണം, ഈ ഒരു പരമ്പര ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഇനി പരമ്പരയിൽ ആരൊക്കെയുണ്ടെന്നുള്ളത് ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ 1-ാമത്തെ സ്കന്ധത്തിലല്ല, 12-ാമത്തെ സ്കന്ധത്തിലാണ്. 12-ാമത്തെ സ്കന്ധത്തിൽ ഈ ഒരു ഈ ഗുരു പരമ്പരയെക്കുറിച്ച്, ഈ പരമ്പരയെക്കുറിച്ച് പറയുന്നുണ്ട് വേദങ്ങളുടെ ഈ പറയുന്ന
ഋഗ്, സാമ, യജുർ, അഥർവ വേദങ്ങളുടെയൊക്കെ. ഓക്കെ, എന്തായാലും അതിപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അവിടെ എത്തുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച കാര്യം. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ത ഏവ വേദ ദുർമേധേർ ധാര്യന്തെ പുരുഷേര്യത ഏവം ചകാര ഭഗവാൻ വ്യാസ കൃപണ വത്സല. കൃഷ്ണ അജിത് മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, ശാന്തകുമാരി അമ്മ. ശാന്തകുമാരി. ഓക്കെ, ജ്യോതി ലക്ഷ്മി മാതാജി ഉണ്ടോ? ഓക്കെ, കൃഷ്ണകുമാരി മാതാജി വായിക്കൂ. ഇല്ല. ഓക്കെ, അജിത കൃഷ്ണകുമാർ മാതാജി വായിക്കൂ. അജിത മാതാജി പുസ്തകം ഉണ്ടെങ്കിൽ. ഞാൻ വായിക്കട്ടെ. രാജേശ്വരി. ആ, ഓക്കെ, രാജേശ്വരി മാതാജി വായിച്ചോളൂ. പിന്നെ ഒരു പ്രഭുവിന്റെ ശബ്ദം കേട്ടല്ലോ, അതാരായിരുന്നു? ഹരേ കൃഷ്ണ, പീതാംബര പ്രഭുവിനെ. ഹരേ കൃഷ്ണ. പീതാംബര പ്രഭുവാണായിരുന്നു അല്ലേ? ശരി, രാജേശ്വരി മാതാജി ആദ്യം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 24. തയേവ വേദാ ദുർമേധൈർധാര്യന്തേ പുരുഷൈർയഥാ ഏവം ചകാര ഭഗവാൻ വ്യാസകൃപണവത്സല. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. അപ്രകാരം അജ്ഞരായ ജനങ്ങളോട് അതീവ കൃപയുള്ള ഋഷിശ്രേഷ്ഠനായ വ്യാസദേവൻ അല്പജ്ഞാനികൾക്ക് പോലും ഉൾക്കൊള്ളാനുതകുന്ന വിധം വേദങ്ങളെ ചിട്ടപ്പെടുത്തി. താങ്ക് യു. അപ്പോൾ ഇവിടെ പറയുന്നു, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞു, വ്യാസദേവൻ എന്തുകൊണ്ട് ഈ വേദങ്ങളെ ചിട്ടപ്പെടുത്തി എന്നുള്ളത്, 4ആയി ഡിവൈഡ് ചെയ്തതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിനുവേണ്ട ആളുകളെ ഏൽപ്പിക്കുകയും ഋഷിവര്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അല്പബുദ്ധികളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഉപകാരമാവാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയോ നമുക്കില്ല. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. അതായത് സാധാരണഗതിയിൽ ഒരു പറയലുണ്ട്, അതായത് ബ്രാഹ്മണർക്ക് മാത്രം, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മാത്രമേ വേദങ്ങൾ പഠിക്കാനുള്ള അധികാരമുള്ളൂ എന്നുള്ളത്. അല്ലേ? എങ്ങനെയുള്ളൊരു സ്മാർത്ത ഒരു ചിന്താഗതി നമ്മുടെ രാജ്യത്തുമുണ്ട് അല്ലേ? എന്നാൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഇത് പാടുള്ളൂ എന്നുള്ളത്. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ വേദങ്ങളാണെങ്കിലും ശാസ്ത്രങ്ങളാണെങ്കിലും അങ്ങനെ ആ ഒരു നിബന്ധന ശാസ്ത്രങ്ങളിൽ പറയുന്നില്ല. പറയുന്നത് ആർക്കാണത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ചെയ്യാം. എന്നാലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിയും അതിൻ്റേതായിട്ടുള്ള കഴിവും, അല്ലെങ്കിൽ ആ ഒരു വെറുതെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. എളുപ്പമുള്ള സബ്ജക്റ്റ് അല്ല വേദങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണം നല്ലോണം ഉള്ളവർക്ക് മാത്രമേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ സത്വഗുണം ഉള്ളവരാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണം കൂടുതലുള്ള ആളുകളാണ്. രജോ ഗുണവും തമോ ഗുണവുമുള്ള ആളുകൾക്ക് ഈ വേദങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ പറയാനോ അവർക്കൊന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അപ്പോൾ ശ്രീല പ്രഭുപാദ് പറയുന്നത്, ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഭഗവാൻ അറിയാം, അല്ലെങ്കിൽ വ്യാസദേവൻ ഭഗവാനും അതേപോലെ തന്നെ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ്സും അവർക്കറിയാം ഈ കലിയുഗത്തിലെ ആളുകളുടെ അവസ്ഥ. സത്യയുഗം പോലെ സത്യയുഗത്തിലെ സത്വഗുണം കൂടുതലായിരുന്നു. സത്വഗുണം പിന്നീട് ത്രേതായുഗം വന്നപ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞു. ദ്വാപരത്തിലും സത്വഗുണം ഉണ്ടായിരുന്നു, അപ്പോഴും പക്ഷേ കുറഞ്ഞു വരുവാണ്. കലിയുഗമായപ്പോൾ സത്വഗുണം തീരെയില്ലാതെ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്കിതൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല
അതുകൊണ്ട് വ്യാസദേവൻ മാക്സിമം നമ്മളെ സഹായിക്കാൻ വേണ്ടി അതിനെ ഡിവൈഡ് ചെയ്യുന്നു, പല രീതിയിൽ അതിനെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം കൂടി ഇതായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ വ്യാസദേവൻ ഇവിടെ പറയുന്നു, ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, അതായത് അതിനെ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളത്, ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് അല്പബുദ്ധിക്കാർക്ക്. ഇനി അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യുന്നു അടുത്ത ശ്ലോകത്തിൽ. നമുക്ക് ആ ശ്ലോകം കൂടെ നോക്കി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, പ്രഭു വായിച്ചോളൂ. പീതാംബര പ്രഭു വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാമ. ഹരേ കൃഷ്ണ. ശ്രീ രുദ്ര ദ്വിജ ബന്ധൂനാം ത്രയേന ശ്രുതി ഗോചരാം കർമ്മ ശ്രേയസി മൂഢാനാം ശ്രേയേവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനീനാ കൃതം. ജയ ശ്രീ പ്രഭുപാദർക്ക് ജയ. വിവർത്തനം. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ കൈവരിക്കുവാൻ ഇത് ജനങ്ങളെ ഉള്ളവരാക്കി തീർക്കുമെന്ന് കരുണ മൂലം മഹർഷി ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം സ്ത്രീകൾക്കും ശൂദ്രർക്കും ദ്വിജബന്ധുക്കൾക്കും വേണ്ടി മഹത്തായ ചരിത്രാഖ്യാനമായ മഹാഭാരതം രചിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വേദങ്ങളെ ഡിവൈഡ് ചെയ്ത കാര്യം പറഞ്ഞു. ഇനി അതിനുശേഷം വ്യാസദേവൻ അറിയാം ശൂദ്രർ അല്ലെങ്കിൽ എല്ലാവരും ബ്രാഹ്മണ ക്ലാസ്സിലുള്ള ആളുകളല്ല, അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരല്ല. പക്ഷേ ഇവിടെ സ്ത്രീകൾ, ശൂദ്രർ, അതേപോലെ ദ്വിജർ എന്ന് പറയും, ദ്വിജബന്ധു എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടി അവർക്ക് ഈ പറയുന്ന വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം മഹാഭാരതം എഴുതുന്നു. മഹാഭാരതത്തിൽ തത്വങ്ങളെല്ലാം പറയുന്നു, ഭഗവത്ഗീതയുണ്ട്, എന്നാൽ അതിനെ ഒരു കഥയുടെ രൂപത്തിൽ ഒരു ഹിസ്റ്ററി ആയിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു വളരെ ഭംഗിയായിട്ട്. അപ്പോൾ ആളുകൾക്ക്, ഇപ്പോൾ അല്പബുദ്ധിക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കൂടുതൽ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് വ്യാസദേവൻ മഹാഭാരതം എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നു. ശ്രീല പ്രഭുപാദി ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ ആരാണെന്നുള്ളതും ഈ ദ്വിജബന്ധു എന്ന് പറയുന്ന ആരാണെന്നുള്ളതും ആരെയാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഭാവാർത്ഥത്തിൽ തുടക്കത്തിൽ പറയുന്നത്. അപ്പോൾ ദ്വിജബന്ധു എന്ന് പറയുമ്പോൾ അതായത് അല്ലെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തിലോ ക്ഷത്രിയനായിട്ടോ വൈശ്യരായിട്ടോ ജനിച്ചു. അതിനുശേഷം ആ സ്പിരിച്വൽ ആധ്യാത്മിക കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് അവരെ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ദീക്ഷയെല്ലാം കിട്ടുമ്പോൾ, നല്ലൊരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ദ്വിജരായി മാറുന്നു. എന്നാൽ ദ്വിജ ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർലി സ്പിരിച്വൽ കൾച്ചർ ഫോളോ ചെയ്യാത്ത അവസ്ഥ. സ്പിരിച്വൽ കൾച്ചർ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് ദ്വിജബന്ധുക്കളായി. അപ്പോൾ സ്പിരിച്വലി, അതായത് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷനുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടായിട്ടും നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദ്വിജരെന്ന് വിളിക്കാൻ സാധിക്കില്ല, ദ്വിജബന്ധു എന്നാണ് വിളിക്കുന്നത്. ദ്വിജരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജന്മം ഉള്ളവർ എന്നാണ് അർത്ഥം. ദ്വിജൻ എന്ന് പറഞ്ഞാൽ അതായത് 1 നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന് ജനിക്കുന്നതും 2 ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ കിട്ടുമ്പോൾ ഉള്ള ജന്മമാണ് പറയുന്നത്. അപ്പോൾ 2 ജന്മം അത് പ്രോപ്പർലി ആ സിസ്റ്റം എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ദ്വിജരെന്ന് വിളിക്കും. അല്ലാത്ത അവസ്ഥയാണെങ്കിൽ ദ്വിജബന്ധു എന്നാണ് വിളിക്കുന്നത്. അതായത് അതിനുള്ള അവസരമുണ്ട്, മാത്രമല്ല ഒരുപക്ഷെ ദീക്ഷയും കിട്ടി, പക്ഷെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ആളുകൾ, അങ്ങനെയുള്ളവർ ദ്വിജബന്ധുക്കൾ. അതും ഒരു അർത്ഥമാണ്. 2 അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ അത് ഫോളോ ചെയ്യാത്തവരും ദ്വിജബന്ധുക്കളാണ്. ഇന്നത്തെ കാലത്ത് ദ്വിജബന്ധു എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ. കാര്യം സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആത്മീയ തലത്തിലുള്ള അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ്. പ്രഭുപാദ് അതിനെക്കുറിച്ച് പറയുവാണ്. കൂടുതൽ വിശദീകരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗർഭധാന സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭം ധരിക്കുന്നേക്കാൾ മുമ്പ് ആ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനാവാൻ പോകുന്ന അല്ലെങ്കിൽ അമ്മയാവാൻ ആഗ്രഹിക്കുന്നവർ ഗർഭധാന സംസ്കാരം ചെയ്യണമെന്നുള്ളത്. അതിന് ഒരുപാട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവിടെ പ്രാർത്ഥനയും നാമജപവും കുറേ സംസ്കാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ആത്മാവിനെ മകനായിട്ടോ മകളായിട്ടോ നമ്മൾ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോസസ്സുകളുണ്ട് ചെയ്യാൻ. ഈ ഒരു പ്രോസസ്സിലൂടെ, ഈ ഒരു സംസ്കാരം, ഗർഭധാന സംസ്കാരത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾ അവർ ആ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെ ജനിച്ചിട്ടുള്ള കുട്ടി പിന്നീട് മുന്നോട്ട് പോയി പതുക്കെ വളർന്നു വന്ന്
ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നു. അപ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. അവരെ നമുക്ക് ദ്വിജരെന്ന് വിളിക്കാം. എന്നാൽ ഇങ്ങനെയൊന്നും ഫോളോ ചെയ്യാതെ, ഗർഭധാന സംസ്കാരമൊന്നും ഇല്ലാതെ, വേണ്ട രീതിയിലൊന്നും കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ വന്നിട്ടുള്ള ആളുകൾ, ആ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാത്തവരെ ദ്വിജബന്ധുക്കളെന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ദ്വിജബന്ധുക്കളെയാണ് ഇവിടെ പ്രഭുപാദ് ശൂദ്രരായിട്ടും ഒക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നാച്ചുറലി ബുദ്ധി കുറവായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അതായത് വേദങ്ങൾ പോട്ടെ, ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധി കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് വ്യാസദേവൻ മഹാഭാരതം എഴുതുന്നു. കാര്യം കഥയിലൂടെ തത്വങ്ങളെയും വേദങ്ങളിൽ പറയുന്ന സാരം പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയെ നല്ലൊരു ഭംഗിയായിട്ട് അതിനെ കവർ ചെയ്തുകൊണ്ട്, കുറേ സ്റ്റോറിയും ഒരു സ്റ്റോറി ലൈനും ഒക്കെയായി കവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു മഹാഭാരതത്തിലൂടെ. അങ്ങനെ മഹാഭാരതത്തിൽ പറയുന്നു, തത്വങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് സ്റ്റോറി ഫോമിൽ. അതാണ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ദ്വിജബന്ധുക്കളായിട്ടുള്ള അല്പബുദ്ധിക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വ്യാസദേവൻ ചെയ്തിട്ടുള്ളതാണ് എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. ഇനി 26-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, നാളെ പഠിക്കാം. ഓക്കെ, അടുത്ത സെക്ഷൻ തന്നെയാണ് 25 വരെ നമ്മൾ വേദങ്ങളെ വ്യാസദേവൻ ഡിവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഇനി 26 മുതൽ വ്യാസദേവൻ്റെ വിഷമം അദ്ദേഹം പറയുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എനിക്കൊരു സംതൃപ്തി കിട്ടിയിട്ടില്ല, ഇത്രയും ഞാൻ എഴുതി, വേദങ്ങളെ ഡിവൈഡ് ചെയ്തു, വേദങ്ങളെ ഞാൻ കമ്പൈൽ ചെയ്തു, വേദങ്ങളെ ഡിവൈഡ് ചെയ്തു, അതിന് ആളുകളെ ഏൽപ്പിച്ചു, പിന്നെ പുരാണങ്ങൾ എഴുതി, ഇതിഹാസം എഴുതി, പക്ഷേ എന്നാലും എനിക്ക് സമാധാനമില്ല. ഇതിൻ്റെ ഇടയിൽ ബൈ ദ വേ ഉപനിഷത്തുകളും സംഹിതകളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഓൾറെഡി ഉണ്ട്. അതെല്ലാം നമ്മൾ വേദങ്ങളെന്ന് പറയുമ്പോൾ അതിനെല്ലാം ഒരുമിച്ച് കാണണം. അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടുന്നില്ല. ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 26 മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഭഗവാൻ കൃപയുണ്ടെങ്കിൽ നാളെ മുതൽ നമുക്ക് ബാക്കി നോക്കാം. ഹരേ കൃഷ്ണ.